Hi everyone, welcome back to the channel Mummy and Me. നമ്മൾ ഇന്നിവിടെ ഒരു ചിക്കൻ്റെ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ബട്ടർ ചിക്കൻ. അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ബട്ടർ ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, 2 സവാള, 3 തക്കാളി, അരമുറി നാരങ്ങ, 2 വറ്റൽമുളക്, 12 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പുളിക്കാത്ത തൈര് 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മുളക് പൊടി, 30 ഗ്രാം കാഷ്യൂനട്ട്, 50 ഗ്രാം ബട്ടർ, 2 പിടി മല്ലിയില, 3 നുള്ള് കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ക്രീം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് അരപ്പൊക്കെ പുരട്ടി 30 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇതിനകത്തിലേക്ക് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല കൂട്ടി തിരുമ്മി പിടിപ്പിച്ച് വെക്കാം. മുപ്പത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മളുടെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചേക്കുന്നതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സവാള നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇതിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടായി നോക്കാം. നല്ല വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില
കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം തണുക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൽ വറുത്തെടുക്കേണ്ടതാണ്. ഈ ഇറച്ചിയെല്ലാം നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കടായി വയ്ക്കാം. നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന വഴറ്റി വെച്ചിരുന്ന തക്കാളി, സവാള ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ കടായി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ 1 മിനിറ്റ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്തൂരി മേത്തിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നമുക്കപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.